സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രഥമസ്കന്ധം പാരായണം ചെയ്ത് സമർപ്പിച്ചു. ദ്വിതീയ സ്കന്ധത്തിലേക്ക് കടന്നു. അവിടെ 4-ാമത്തെ അധ്യായം ഇപ്പോൾ നമ്മളിത് ശ്രീശുക സാരസ്വതം എന്നുള്ള രീതിയിൽ സമർപ്പിച്ചു. ദ്വിതീയ സ്കന്ധത്തിന്റെ 4-ാമത്തെ അധ്യായം സമർപ്പിച്ച് പ്രഥമസ്കന്ധത്തിന്റെ 4-ാമത്തെ അധ്യായം മുതൽ നാം അനുസ്മരിക്കാൻ ആരംഭിക്കുകയാണ്. വേദവ്യാസ മഹർഷി പറയുന്നു, ആ സൂതനെ വേണ്ട പോലെ അഭിനന്ദിച്ച് ഋഗ്വേദിയായ ശൗനകൻ വൃദ്ധ കുലപതി സൂതം ബഹ്യൗച ശനകോ ബ്രവിൽ. ആ ശൗനകൻ പറയുകയാണ്, സൂത മഹാഭാഗ, അല്ലയോ മഹാത്മാവായിരിക്കുന്ന സൂത, അങ്ങ് ആ ശ്രീശുകൻ പറഞ്ഞ ശ്രീമദ് ഭാഗവത കഥയെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അങ്ങ് വാഗ്മികളിൽ ശ്രേഷ്ഠനാണ്, ഭക്തനാണ്, പുരാണ കഥകൾ വേണ്ട പോലെ പറഞ്ഞു തരുന്നതിൽ വളരെ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകളെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. വേദവ്യാസ മഹർഷി എന്തുകൊണ്ടാണ് ഈ ഭാഗവതത്തെ നിർമ്മിച്ചത്? പ്രവൃത്തി നിരതനല്ലാത്ത, നിവൃത്തി നിരതനായ ആത്മയോഗിയായിരിക്കുന്ന, ആത്മരതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഭാഗവത കഥയിൽ താല്പര്യമുണ്ടായത്? ശ്രീശുക ബ്രഹ്മർഷിയെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ദൃഷ്ട്വാനുയാന്തമർഷിമാത്മജമപ്യനഗ്നം ദേവ്യോ പ്രിയ പരിദധുർന്ന സുതസ്യ ചിത്രം തദ്ദീക്ഷ്യ പൃച്ഛതി മുനോ ജഗതുസ്തവാസ്തി സ്ത്രീപുംഭിതാ നതു സുതസ്യ വിവിക്ത ദൃഷ്ടേ. സർവസംഗപരിത്യാഗിയ ശ്രീശുക ബ്രഹ്മർഷി, അദ്ദേഹം സർവസംഗപരിത്യാഗി എന്ന് പറഞ്ഞാൽ ദേഹബന്ധമില്ലാത്ത ആളാണ്, ദേഹബോധമില്ലാത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹം വസ്ത്രങ്ങളൊന്നും ധരിക്കാറില്ല. വേദവ്യാസ മഹർഷി അദ്ദേഹത്തിൻ്റെ പിതാവാണ്. അപ്പോൾ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി മുമ്പിൽ നടക്കണു പരിപൂർണ നഗ്നനായിട്ട്. പുറകിൽ അച്ഛൻ വരുന്നു. എന്നാൽ അവിടെ ജലക്രീഡ ചെയ്യുന്ന ദേവസ്ത്രീകള് പുത്രനെ കണ്ടിട്ട് അവര് വസ്ത്രമൊന്നും ധരിച്ചില്ല, അവരതുപോലെ തന്നെ നിന്നു. പക്ഷേ അച്ഛനെ കണ്ടപ്പോൾ അവർ വസ്ത്രം എടുത്ത് ധരിച്ചു. ഇതെന്താ കാരണം എന്ന് ചോദിച്ചു വേദവ്യാസൻ. ഞാൻ വൃദ്ധനാണ്, എന്നിട്ട് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് നാണം വരുന്നു. യുവാവായിരിക്കുന്ന എൻ്റെ മകനെ കണ്ടിട്ട് നാണം വരുന്നില്ല. അവനാണെങ്കിൽ പരിപൂർണ നഗ്നനുമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? നാണമുള്ളത് കൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നത്, അല്ലേ? ദേഹത്തെക്കുറിച്ച് നമുക്കൊരു ബോധമുള്ളപ്പോഴേ വസ്ത്രധാരണമുള്ളൂ. ചെറിയ കുട്ടികൾ വസ്ത്രം ധരിക്കാറില്ല. മദ്യപിച്ച ഒരാൾക്ക് വസ്ത്രം ധരിക്കാൻ തോന്നാറില്ല. അയാൾക്ക് അത് ഊരിപ്പോയാലും അറിയാറില്ല. കാരണം എന്താ? ദേഹബോധമില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ വേദവ്യാസൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങയിൽ ആ സ്ത്രീ പുരുഷ ഭേദബുദ്ധിയുണ്ട്, ശ്രീശുകനിൽ അതില്ല. ശ്രീശുകൻ ഞങ്ങൾ ദേവസ്ത്രീകളാണെന്ന് ചിന്ത പോലും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് പരിശുദ്ധ ദൃഷ്ടിയാണ് അങ്ങയുടെ മകന്. അതുകൊണ്ട് ആ മകനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നാണമുണ്ടായില്ല, ഞങ്ങൾ വസ്ത്രം ധരിച്ചില്ല എന്നാണ്. അങ്ങനെ മൂകനെ പോലെ സഞ്ചരിക്കുന്ന അദ്ദേഹം എങ്ങനെയാണ് ഈ ഭാഗവത കഥയിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായത് എന്ന് ചോദിക്കാം. അഭിമന്യുപുത്രനായിരിക്കുന്ന പരീക്ഷിത്ത് പരമഭാഗവതനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മ കർമ്മ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. വേദവ്യാസൻ എന്തുകൊണ്ടാണ് ഭാഗവതം രചിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് പിന്നീട് വേദവ്യാസന്റെ കഥ പറഞ്ഞത്. സൂതൻ പറഞ്ഞു, ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ. 3-ാമത്തെ യുഗം എന്നറിയപ്പെടുന്ന ദ്വാപര യുഗത്തിന്റെ ആദ്യത്തിൽ ആ പരാശര മഹർഷിയിൽ നിന്നും വസുവിന്റെ വീര്യത്തിൽ ജനിച്ച സത്യവതിയിൽ ഭഗവാന്റെ കലയോടുകൂടി കൃഷ്ണദ്വൈപായനൻ ജനിച്ചു, അല്ലെങ്കിൽ വേദവ്യാസൻ ജനിച്ചു. കൃഷ്ണ വർണ്ണമാണ് അദ്ദേഹത്തിന്. ദ്വീപിൽ ജനിച്ചു, അതുകൊണ്ട് ദ്വൈപായനൻ എന്ന് പേര്, കൃഷ്ണദ്വൈപായനൻ എന്ന് പേര്. അദ്ദേഹം വേദത്തെ 4ആയി പകുത്തു. അതുകൊണ്ട് അദ്ദേഹം വേദവ്യാസനായി. എന്താ കാരണം? ഒന്നായി കിടന്നിരുന്ന വേദത്തെ ഈ കലിയുഗത്തിലെ മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യ ശുഭദ്രുത എന്ന് നേരത്തെ നമ്മൾ ഭാഗവത മാഹാത്മ്യത്തിൽ പറഞ്ഞ പോലെ കലിയുഗത്തിലെ ആളുകൾക്ക് പൊതുവിൽ അല്പായുസാവും, ബുദ്ധി കുറയും, വേണ്ട ജ്ഞാനമുണ്ടാവില്ല, മറവി വരും.
അപ്പോൾ അവർക്ക് വേദത്തെ പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരും എന്ന് മനസ്സിലാക്കി തൻ്റെ കാരുണ്യം കൊണ്ട് എന്നാണ്, ലോകത്തിനോട് തനിക്കുള്ള കാരുണ്യം കൊണ്ട്, അല്ലാതെ താൻ കേമനാണെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. അദ്ദേഹം ഭാഗവത അവിടെ വേദത്തെ 4ആയി പകുത്തു. 4 ഋത്തുക്കളായി ചെയ്യപ്പെടുന്ന വൈദിക കർമ്മം യജ്ഞം നശിക്കാതിരിക്കുന്നതിന് വേണ്ടി ആ വേദത്തെ അദ്ദേഹം 4ആയി പകുത്തു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. നമുക്കറിയാം, ഇതിൽ ഋഗ്വേദം അഭ്യസിച്ചത് പൈലമുനിയാണ്, സാമം ഗാനം ചെയ്തത് ജൈമിനിയാണ്, വൈശമ്പായനൻ യജുർവേദത്തിൽ താല്പര്യമുള്ള ആളായി, സുമന്തു അഥർവവേദത്തെ പഠിച്ചു എന്നും പറയുന്നു. അങ്ങനെ ആ ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ വേദത്തെ അങ്ങനെ നിലനിർത്തുന്നു. പക്ഷേ വേദം കേൾക്കുവാൻ അധികാരമില്ല എന്ന് പണ്ട് പറയുന്ന ഒരു വിഭാഗം, അത് ഇപ്പോഴത്തെ കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ചിലപ്പോൾ അടിക്കും. എങ്കിലും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ, ശൂദ്രന്മാർ, ദ്വിജന്മാരിൽ തന്നെ അധമരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള പല ആളുകൾക്കും വേദം പഠിക്കാൻ പാടില്ല എന്ന്. പക്ഷേ അവർക്ക് ഈ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പല വഴികൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടി, ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പഞ്ചമവേദം എന്ന് അറിയപ്പെടുന്ന മഹാഭാരതം രചിച്ചത്. അതിൽ കഥകളാണ്. കഥകൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. എത്രയോ തവണ കേട്ടിട്ടുള്ള കഥകളാണെങ്കിലും കഥയായിട്ട് പറയുമ്പോൾ താല്പര്യം ഉണ്ടാവും. എന്നാൽ അതിൻ്റെ തത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും പരിപൂർണമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ കുറേശ്ശെ നമുക്ക് ഉറക്കമൊക്കെ വരും. അപ്പോൾ ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട് കഥകളിലൂടെ തത്വത്തെ പറയുക. ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ തേനിൽ ചാലിച്ചു കൊടുക്കും. തേനല്ല അവിടെ കഴിക്കേണ്ടത്, മറിച്ച് മരുന്നാണ് കഴിക്കേണ്ടത്. പക്ഷേ തേനിൽ ചാലിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മാധുര്യം ആലോചിച്ച് കുട്ടികൾ അത് കഴിക്കും. അല്ലെങ്കിൽ പഴത്തിൽ വെച്ച് ഗുളിക വിഴുങ്ങാനായിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവും. ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മഹാഭാരതം നിർമ്മിച്ചത്. ഈ മഹാഭാരതം നിർമ്മിച്ചു. പിന്നെ അദ്ദേഹം പുരാണങ്ങളെ നിർമ്മിച്ചു. പുരാണങ്ങൾ 17 പുരാണങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ഇതിലൂടെയൊക്കെ ഓരോ ഈശ്വരീയ ചൈതന്യങ്ങളുടെയും പ്രാധാന്യത്തെ പറഞ്ഞ്, അപ്പോൾ വിഷ്ണു പുരാണത്തിൽ വിഷ്ണുവിൻ്റെ കേമത്വത്തെക്കുറിച്ച് പറഞ്ഞു. ദേവീ പുരാണത്തിൽ അല്ലെങ്കിൽ ദേവീ ഭാഗവതം എന്നറിയപ്പെടുന്ന പുരാണത്തിൽ ദേവിയുടെ മാഹാത്മ്യത്തെ, ശിവപുരാണത്തിൽ ശിവന്റെ മാഹാത്മ്യത്തെ. അപ്പോൾ ഇതെന്താ അങ്ങനെ പരസ്പര വിരുദ്ധാണല്ലോ? ഒരു സ്ഥലത്ത് ദേവിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് മഹാദേവനാണ്, മറ്റൊരു സ്ഥലത്ത് വിഷ്ണു ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സംശയമുണ്ടാവാം നമുക്ക്. പക്ഷേ അതിനാണ് മറ്റൊരു പ്രമാണം, ഏകം സദ്വിപ്ര ബഹുധാവദന്തി, ഒന്നിനെ തന്നെ പലതായിട്ട് പറയുന്നു. അപ്പോൾ ദേവി ഉപാസകർക്ക് അവർക്ക് ഹിതകരമായ രീതിയിൽ ദേവി മാഹാത്മ്യം അല്ലെങ്കിൽ ദേവി ഭാഗവതം നിർമ്മിച്ചു. അങ്ങനെ അദ്ദേഹം 17 പുരാണങ്ങൾ നിർമ്മിച്ചു. പക്ഷേ അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും വേദത്തെ 4ആയി പകുത്തു, പഞ്ചമവേദമായി ഭഗവത് കഥകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാഭാരതം നിർമ്മിച്ചു, 17 പുരാണങ്ങൾ നിർമ്മിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും എനിക്ക് ഉള്ളിൽ ഒരു തൃപ്തി വരുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവനവന് ഒരു തൃപ്തി വരേണ്ടതുണ്ട്. ആ തൃപ്തി വന്നു കഴിഞ്ഞാൽ അവനവന് തോന്നുന്ന ഒരു കൃതാർത്ഥത, ആ കൃതാർത്ഥത ഇല്ലാത്തിടത്തോളം കാലം എത്ര ധനം കിട്ടിയാലും, എന്തൊക്കെ അധികാരങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് മതിയാവില്ല, ഒരു തൃപ്തി പോരാ. പക്ഷേ ഇതൊന്നുമില്ലാത്ത ആൾക്കും തൃപ്തിയുണ്ടെങ്കിൽ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം വല്ലാതെ വിഷമിച്ചിരിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലുണ്ടായ ചോദ്യത്തിന്, ആ പ്രശ്നത്തിനൊരു പരിഹാരം എന്നതുപോലെ തന്നെ അവിടേക്ക് സാക്ഷാൽ ദേവർഷിയായ ബ്രഹ്മപുത്രനായ നാരദൻ മഹതി എന്ന തൻ്റെ വീണ മീട്ടിക്കൊണ്ട് അവിടേക്ക് എത്തിച്ചേരാണ്. ദേവർഷി ആദ്യം തന്നെ എന്താ ചോദിച്ചത്? പാരാശര്യ മഹാഭാഗ ഭവതത്കക്ഷിതാത്മനാ പരിതുഷ്യതി ശാരീരാത്മാ മാനസ ഏവ അല്ലയോ പാരാശര്യ, പരാശരൻ്റെ പുത്ര എന്നാണ്. തൻ്റെ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചൊരു ആ ഉള്ളിലൊരു താല്പര്യം വരും. അച്ഛനെക്കുറിച്ചും മുത്തശ്ശനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ തോന്നും. ഈ ഒരു രീതി ഭാഗവതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ബാദരായണി, ബാദരായണൻ്റെ പുത്രൻ എന്നുള്ള രീതിയിൽ. കാർഷ്ണി, പ്രദ്യുമ്നനെ വിളിക്കുന്നു. കൃഷ്ണൻ്റെ പുത്രൻ അർജുനി എന്ന് വിളിക്കുന്നു ആ സാക്ഷാൽ അഭിമന്യുവിനെ. ഇങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം
ആ അച്ഛൻ്റെ പേരുമായി ചേർത്ത് വെച്ച പേര്. ഇവിടെയും പരാശരൻ്റെ പുത്രനായതുകൊണ്ട് വേദവ്യാസനെ വിളിച്ചു, ഹേ പാരാശര്യ, അങ്ങക്ക് എന്താ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ടല്ലോ, അങ്ങയുടെ ശരീരത്തിനും ആത്മാവിനും മനസ്സിനുമൊക്കെ ഒരു സുഖം ഇല്ല എന്ന് തോന്നുന്നു, എന്തു പറ്റി? കാരണം സനാതനമായ ബ്രഹ്മതത്വത്തെ നിധിധ്യാസം ചെയ്ത് ആ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളാണ്. എന്നിട്ടും ഒരു അകൃതാർത്ഥൻ എന്നതുപോലെ അങ്ങ് ദുഃഖിക്കണു. അങ്ങനെ ഒരു ദുഃഖം അങ്ങേക്ക് വരാൻ പാടില്ലല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദവ്യാസം പറഞ്ഞു, അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ മനസ്സിനിപ്പോഴും സുഖമില്ല. കാരണം ഇത് 17 പുരാണങ്ങൾ നിർമ്മിച്ചു. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ദുഃഖത്തിന് കാരണം എന്താണ്? സ്നാതസ്യമേ ന്യൂനമലം വിചക്ഷുവ, അങ്ങക്ക് അത് അറിയാനായിട്ട് സാധിക്കും. അങ്ങ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളല്ലേ, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനല്ലേ, അങ്ങ് അതിനെക്കുറിച്ച് എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞു തരൂ എന്ന് അവിടെ പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ഇതൊക്കെ ചെയ്തു എങ്കിൽ പോലും യഥാ ധർമാദയാശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർത്തിത. ആ വാസുദേവന്റെ മഹിമയെ അങ്ങ് വേണ്ടതുപോലെ പറഞ്ഞില്ല. അങ്ങ് ധർമാദികളും പുരുഷാർത്ഥങ്ങളും അതിനുള്ള ഉപാധികളും വളരെ പ്രാധാന്യത്തോടു കൂടി മഹാഭാരതത്തിലൊക്കെ വർണ്ണിച്ചുവെങ്കിലും ഭഗവാന്റെ മഹിമയെ അങ്ങ് വേണ്ട പോലെ പറഞ്ഞില്ല. തദ്വാഗ്വിസർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി. ഓരോ ശ്ലോകത്തിലും തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അത് ഭഗവാന്റെ നാമങ്ങളാണെങ്കിൽ നാമാന്യനന്തസ്യ ശോകിതാനിയിൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കൂടി അതിനെ സജ്ജനങ്ങൾ സ്വീകരിക്കും. അപ്പൊ നമ്മൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് ആർക്കും ഒരു ഗുണമില്ല എന്ന് വെച്ചാൽ പിന്നെ കാര്യമില്ല അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്. വേദവ്യാസനോട് പറഞ്ഞു, അങ്ങ് ഭഗവാന്റെ ആ മഹിമയെ വർണ്ണിക്കുന്ന തരത്തിൽ ഇതേവരെ എഴുതിയിട്ടില്ല, അത് വേണ്ടതുപോലെ പറഞ്ഞില്ല എന്നാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകളെ വേണ്ട പോലെ വർണ്ണിച്ചാൽ അങ്ങയുടെ ഈ ദുഃഖത്തിന്, അങ്ങയുടെ ഈ അകൃതാർത്ഥതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവും. ഇതിപ്പോ ഞാൻ എന്തുകൊണ്ടാണ് പറയണത്? നമ്മൾ അങ്ങനെയാണ് ഒരാളോട് ഒരു കാര്യം ഉപദേശിക്കുമ്പോൾ പറയും, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ കേൾക്കണ ആൾക്ക് തോന്നും, ഓ ശരിയാണ്, അദ്ദേഹത്തിന് അനുഭവമുണ്ട്, എങ്കിൽ എനിക്കും നോക്കാം. ഇങ്ങനെയാണ് സ്വാനുഭവത്തിന് ശക്തി കൂടും. നമ്മൾ ഇന്നലെ പറഞ്ഞു, തിരുനാമാചാര്യൻ ഭാഗവതം പറയുമ്പോൾ ഭാഗവതമാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം എന്നൊക്കെ പറയാനുള്ള ഒരു ആർജവം, ഭക്തി അദ്ദേഹത്തിന് എവിടെ നിന്നുണ്ടായി? സ്വാനുഭവത്തിൽ നിന്നുണ്ടായി എന്ന്. അദ്ദേഹം നാസ്തികനായി ഇത്തരം വിഗ്രഹാരാധനയെയും പൂജയെയും ഒക്കെ നാമജപത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് അദ്ദേഹം മുൻകാലത്ത് അങ്ങനെ ജീവിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അദ്ദേഹം എങ്ങനെ ഈ ഭാഗവതത്തിലേക്ക് ആകൃഷ്ടനായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയായ കാലഘട്ടത്തിൽ അദ്ദേഹം മേശാന്തിയുടെ സഹായത്തിനായിട്ട് മേശാന്തി മുറി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പത്തായപ്പുര എന്നറിയപ്പെടുന്ന മേശാന്തി മുറിയിൽ അദ്ദേഹം താമസമാക്കി. ഗുരുവായൂരപ്പനെ തൊഴാനൊന്നും പോവില്ല, മറിച്ച് ആ മുറിയിലിരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന് ഒരിക്കൽ അദ്ദേഹം ഭഗവാന്റെ മുമ്പിലെത്തി. ആ കാരുണ്യ ശ്രീകോവിലിന്റെ മുമ്പിൽ, സോപാനപ്പടിയുടെ മുമ്പിലെത്തി. നിരീശ്വരവാദിയാണ്, നാസ്തികനാണ്, ഒരു നിലയ്ക്കും ഇതിനോട് താല്പര്യമില്ല എന്ന് മാത്രമല്ല ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന അദ്ദേഹം പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ കാരുണ്യ ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു ഉച്ചപൂജ കഴിഞ്ഞ സമയത്ത് ചന്ദനച്ചാർത്തണിഞ്ഞ് ലോകത്തെ മുഴുവൻ തൻ്റെ മന്ദഹാസം കൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാരുണ്യവാരിധിയുടെ മുമ്പിൽ അങ്ങോട്ട് എത്തി. കണ്ണ് തുറന്നതും അദ്ദേഹത്തിൻ്റെ ബാഹ്യ ചക്ഷുസുകൾ മാത്രമല്ല തുറന്നത്, അദ്ദേഹത്തിൻ്റെ അകക്കണ്ണും തുറന്നു എന്ന്. അതങ്ങോട്ട് തുറന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വിദ്യുത് പ്രവാഹം പോലെ ഭഗവാൻ ആ വാതാലയേശൻ അങ്ങോട്ട് കടന്നു വരികയാണ്. പിന്നീട് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പോയില്ല. നാരായണ എന്ന 4 അക്ഷരം ലോകം മുഴുവൻ പാടി നടക്കുന്ന അഭിനവ ദേവർഷി തുല്യനായി മാറി അദ്ദേഹം. തിരുനാമാചാര്യൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കാനും ആദരിക്കാനും ആ ഭക്തിയുടെ മുമ്പിൽ നമസ്കരിക്കാനും തുടങ്ങി. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴാണ് നമുക്ക് ലഭിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ഇനി ഇതാണോ അനുഗ്രഹം, അതും നമുക്ക് നിഷ്ഠയില്ല. ഭഗവാൻ ആ സത്യത്തെ അറിയുക. നാരദ മഹർഷി പറയാ, എൻ്റെ അനുഭവം.
എന്ന് പറയുന്നു. പണ്ട് ഞാൻ ഉപബരിഹണൻ എന്ന് പേരുള്ള ഒരു ഗന്ധർവനായിരുന്നു. എൻ്റെ സംഗീതത്തിലും എൻ്റെ സൗന്ദര്യത്തിലും ഞാൻ വല്ലാതെ അഹങ്കരിച്ച് ദേവസഭയിൽ ഭഗവാന്റെ ഗാനം പാടാൻ വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. എനിക്ക് സുന്ദരികളുടെ കൂടെ അവരോടൊത്ത് ആ കാമലീലകളാടാനും അവരോടൊത്ത് ആ സ്നേഹഗീതകങ്ങൾ പാടാനൊക്കെയായിരുന്നു താല്പര്യം. പക്ഷേ ആ സ്നേഹവും പ്രേമവും ഭഗവാനിലേക്ക് തിരിച്ചു വയ്ക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? എനിക്ക് താഴേക്ക് പോരേണ്ടി വന്നു, അധോഗതി ഉണ്ടായി. ഞാനൊരു ശൂദ്ര സ്ത്രീയുടെ പുത്രനായിട്ട് പിറന്നു. എങ്കിലും ഭഗവാന്റെ കാരുണ്യം എനിക്കുണ്ട് എന്ന് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്? ആ എൻ്റെ അമ്മ എന്നെയും കൊണ്ട് യജമാനൻ്റെ വീട്ടിൽ ഗൃഹജോലികൾക്കായിട്ട് പോകുമ്പോൾ എന്നെയും കൂട്ടാറുണ്ട്. അങ്ങനെ എന്നെയും കൊണ്ട് അവിടെ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറുപണികളൊക്കെ ഞാൻ ചെയ്യും. കേവലം 5 വയസ്സുള്ള ഉണ്ണിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കെ അവിടേക്ക് ചാതുർമാസ്യ വ്രതത്തിനായിട്ട് വന്ന അതീവ ബ്രഹ്മത്തെ അറിഞ്ഞ സന്യാസി ശ്രേഷ്ഠന്മാര്, അവർക്ക് കൈങ്കര്യം ചെയ്യാൻ, അവരെ സഹായിക്കാൻ യജമാനൻ എന്നെ ചുമതലപ്പെടുത്തി. അവർക്ക് പുഷ്പം, അവർക്ക് ക്ഷമത, അവർക്ക് കുശപ്പുല്ല് എന്ന് വേണ്ട അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ അവർ ചൊല്ലുന്ന നാമസങ്കീർത്തനത്തിൻ്റെയും അവരുടെ കീർത്തനങ്ങളുടെയും ഒക്കെ അനുരണനങ്ങൾ എൻ്റെ ഹൃദയഭിത്തിയിലും വന്ന് പതിക്കാൻ തുടങ്ങി. അത് അവിടെ കിടന്ന് എൻ്റെ ആ ഹൃദയത്തിൽ അത് മുളയ്ക്കാൻ തുടങ്ങി. പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ. അങ്ങനെ അവർ പാടുന്നതിനൊപ്പം ഞാനും പാടാൻ തുടങ്ങി. അല്ലെ, ആദ്യം ശ്രവണമാണ് വേണ്ടത്. പ്രഹ്ലാദൻ പറയുന്ന നവധാഭക്തിയിൽ ആദ്യത്തെ പടി എന്ന ശ്രവണമാണ്. കേട്ടുകൊണ്ടേയിരിക്കണം. കേട്ട് 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 ശ്രവണത്തിലൂടെ അത് കീർത്തനത്തിലേക്ക് എത്തും. ശ്രവണം, കീർത്തനം, അത് വിഷ്ണു സ്മരണയിലേക്ക് എത്തും. അങ്ങനെയാണ് ആത്മസമർപ്പണം എന്ന 9ാമത്തെ പടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഇവിടെ പറയുന്നു, ആ ഗുരുനാഥന്മാര്, ആ തപസ്വികളായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാര് പറയുന്നത് കേൾക്കുകയും അത് അനുസരിക്കുകയും അവർ ചൊല്ലുന്ന നാമസങ്കീർത്തനങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തപ്പോൾ അറിയാതെ 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 എൻ്റെ മനസ്സിൽ ആ ആനന്ദക്കണ്ണൻ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. എൻ്റെ കണ്ണുകളിൽ നിന്ന് ഹർഷബാഷ്പം പൊഴിയാൻ തുടങ്ങി. എനിക്ക് ഗദ്ഗതം വരാൻ തുടങ്ങി. നാമസങ്കീർത്തനം ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അപ്പോഴും ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ ഒരു ബന്ധമായി നിന്നിരുന്നത്, ഒരുപക്ഷെ ഒരു ബന്ധനമായി നിലനിന്നിരുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് സാധിക്കില്ല. അതെൻ്റെ കർമ്മമാണ്, അമ്മയെ ആ വേട്ട പോലെ പരിചരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കാത്തിരുന്നു. അവിടെ ഭഗവാന്റെ ദിവ്യലീലകൾ പാടുന്ന അവരിൽ നിന്ന് അതിങ്ങനെ കേട്ട് 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 ആ ഭഗവാനിൽ എനിക്ക് രുചിയുണ്ടായി. തത്രാന്വഹം കൃഷ്ണകഥാ പ്രഗായതാമനുഗ്രഹേണാശ്രണവം മനോഹര താ ശ്രദ്ധയാമേനുപദം വിശൃണ്വതാ പ്രിയശ്രവസ്യംഗ മമാഭവദ്രുചി. എനിക്കതിൽ രുചിയുണ്ടായി, അഭിരുചിയുണ്ടായി, താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ ഭഗവാനെ മാത്രം വിചാരിച്ചും കൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരിക്കൽ ആ പശുവിനെ കെട്ടാനായിട്ട് പറമ്പിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് എൻ്റെ അമ്മയെ ഒരു പാമ്പ് കടിച്ച് അമ്മ മരിച്ചു. നോക്കൂ, എനിക്ക് അതൊരു വലിയ ഭാഗ്യമായി മാറി എന്ന് പറയുകയാണ്. കാരണം എന്താ? ഇപ്പോഴത്തെ ആധുനിക ലോകത്ത് അമ്മ മരിച്ചു എങ്കിൽ ആ പ്രശ്നം ഒഴിവായി എന്ന് വിചാരിച്ചിട്ടല്ല പറയണത്. മറിച്ച് ഇത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് എന്താ തോന്നിയത്? എനിക്കുള്ള ബന്ധങ്ങളൊക്കെ ഭഗവാൻ അഴിച്ചു തന്നിരിക്കണു. ഈ ജീവിതത്തിലെ ആ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് എനിക്ക് ഭഗവാൻ മോചനം തന്നിരിക്കണു എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഈശസ്യ വശേലോകോ യോഷാ ദാരുമയീ യഥ എന്നാണ്. ഒരു മരപ്പാവയെ പോലെ ആളുകൾ ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ആ ലീലയ്ക്ക് അനുസരിച്ച്, ചരടുവലിക്ക് അനുസരിച്ച് നൂൽപ്പാവയെ പോലെ ആടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് അമ്മയുടെ ആ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ അവിടുന്ന് വടക്കോട്ട് പുറപ്പെട്ടു. വടക്കോട്ട് എന്ന് പറഞ്ഞാൽ ഹിമാലയ സാനുക്കളിലേക്ക് ഞാൻ അങ്ങനെ പോകുന്നു. അങ്ങനെ പല പർവ്വതങ്ങൾ, അതേപോലെ തന്നെ നിരവധി ജലാശയങ്ങൾ, തീർത്ഥസ്നാന ഘട്ടങ്ങൾ, ഇവിടെയൊക്കെ വന്ന് പല ജീവികളുണ്ട്. പക്ഷേ എനിക്ക് ഒന്നിനോടും പേടിയില്ലാതെയായി. ഞാൻ നദിയിൽ മുങ്ങിക്കുളിച്ചും വെള്ളം കുടിച്ചും ചില ആ കായ്ക്കനികളൊക്കെ ഭക്ഷിച്ചും കൊണ്ടും അവിടെ ഇങ്ങനെ ജീവിക്കുന്നു.
ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ ഉപദേശം എനിക്ക് ഓർമ്മ വന്നു. ഭഗവാനെ ഞാൻ കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിത ചേതസ ഔത്കണ്ഠ്യാശ്രുകടാക്ഷസ്യ ഹൃദ്യാസീന്മേഷനിർഹരി. എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ മെല്ലെ 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 നിറഞ്ഞു നിറഞ്ഞു വരാൻ തുടങ്ങി. ഞാൻ എല്ലാത്തിനെയും മറന്നു, ഭഗവാനും ഞാനും മാത്രം. അവസാനം ഞാൻ കൂടി ഭഗവാനിലേക്ക് ലയിച്ച് ആ ബ്രഹ്മഭാവത്തിലേക്ക് ഞാനിങ്ങനെ എത്തി. പെട്ടെന്ന് ആ ഭഗവത് സ്വരൂപത്തെ കാണാതെ എനിക്ക് വല്ലാത്ത ആഗ്രഹമായി ആ ഭഗവാനെ കാണണം 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 എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഒരു ചൈതന്യമായി ആത്മസ്വരൂപമായി എൻ്റെ ഹൃദയത്തിൽ ഒരു അശരീരിയായി ഭഗവാൻ പെയ്തിറങ്ങി. വാക്കുകളായി എന്താ പറഞ്ഞത്? ഉണ്ണി, നിനക്ക് ഈ ജന്മത്തിൽ ഇനി എന്നെ ഇങ്ങനെ കാണാൻ സാധിക്കും. നിനക്ക് എന്നിൽ ഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഒന്ന് കാണിച്ചു തന്നത്. യോഗികൾക്ക് തന്നെ എന്നെ എളുപ്പത്തിൽ കാണാൻ സാധിക്കണില്ല. നിനക്ക് എന്നെ കാണാൻ സാധിച്ചത് തന്നെ എൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ്. ഇനി എന്നെ വിചാരിച്ചിരുന്നോളൂ, ഞാൻ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിക്കും. വീണ്ടും നീ ബ്രഹ്മപുത്രനായി അവതരിച്ച് എൻ്റെ തിരുനാമങ്ങളെ പാടി നടക്കുന്ന മുനിയായി മാറും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാനെ വിചാരിച്ച് 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 ആ കാലം പ്രതീക്ഷിച്ച് മാത്സര്യ ബുദ്ധിയില്ലാതെ അഹങ്കാരമില്ലാതെ ഞാൻ ജീവിച്ചു. ഏവം കൃഷ്ണമതർബ്രഹ്മൻ അസക്തസ്യ അമലാത്മന കാലേ പ്രാദുരഭൂത് കാലേ കാലപ്രാദുരഭുവോൾ കാലേ തടിൽ സൗദാമിനീയഥ. അങ്ങനെ ആ ഒന്നിലും ആസക്തിയില്ലാതെ കഴിയുന്ന എനിക്ക് മരണകാലം ആസന്നമായി. ഞാൻ മരിച്ചുപോയി. പിന്നീട് ഞാൻ ബ്രഹ്മപുത്രനായി 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ പ്രളയാവസാനത്തിൽ 3 ലോകവും സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഞാനുണ്ടായി. ഞാൻ ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നു. സപ്തസ്വരങ്ങൾ താനേ ഉണരുന്ന, താനേ ഉയരുന്ന മഹതി എന്ന വീണ മീട്ടിക്കൊണ്ട് ഞാൻ ലോകം മുഴുവൻ ഭഗവാന്റെ മഹിമകൾ പാടിക്കൊണ്ട് നടക്കുമ്പോൾ ഞാനൊന്ന് വിളിച്ചാൽ ഭഗവാൻ ഓടി എൻ്റെ മുമ്പിലെത്തുന്നു. നീ നാരദ എന്ന് വിളിച്ചുകൊണ്ട്. അങ്ങനെ ആ ഭഗവാന്റെ പാദത്തിൽ ഗംഗ വന്നു ചേർന്നുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ ഭഗവാന്റെ പാദതീർത്ഥമാണ് ആ ഗംഗ. ആ ഗംഗാനദി പോലെ ഭഗവാന്റെ നാമങ്ങളെ അനസ്യൂതം പാടിക്കൊണ്ട് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് കാമലോഭാദി മതമാത്സര്യാദി ചിന്തകൾ ഒന്നുമില്ല എന്ന് അവിടെ പറയുന്നു. സർവം തദിതമാഖ്യാതം. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അങ്ങയുടെ അടുത്ത് പറഞ്ഞത്? അങ്ങയ്ക്കും ഈ ഒരു തലത്തിലേക്ക്, ഈ ഒരു ആനന്ദാനുഭൂതിയുടെ അഭൗമ തലത്തിലേക്ക് അങ്ങയ്ക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവിടുന്ന് അന്തർധാനം ചെയ്തു. വാസവീസുതനായിരിക്കുന്ന ആ ദേവഗന്ധർവൻ എന്ന് തന്നെ പറയട്ടെ, നാരദ മഹർഷി അവിടുന്ന് പോയതിനു ശേഷം എന്തുണ്ടായി? ശൗനകൻ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മനദ്യാം സരസ്വത്യാശ്രമ പശ്ചിമേ തടേ. ബ്രഹ്മർഷി സേവിതമായിരിക്കുന്ന സരസ്വതി നദിയുടെ പടിഞ്ഞാറേ തീരത്ത് ശമ്യാപ്രാസം എന്ന ആശ്രമത്തിൽ വേദവ്യാസ മഹർഷി ഭഗവാനെ വിചാരിച്ച് ആ ധ്യാനനിബദ്ധനായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയമാകുന്ന ആ മുറ്റത്ത് നിരവധി നിരവധി അക്ഷരങ്ങൾ ആ പുഷ്പദളങ്ങൾ പോലെ വീഴാനായിട്ട് തുടങ്ങി. അതിനെ മുഴുവൻ അദ്ദേഹം പെറുക്കിയെടുത്തു. അതിനെ ഭക്തിയാകുന്ന സൂത്രത്തിൽ കോർത്തു. അതേക്കൊണ്ട് മനോഹരമായൊരു മാല്യമുണ്ടാക്കി, ഭാഗവത മാല്യം. ആ ഭാഗവതമാല ഇതാരാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്? വേദവ്യാസന് സംശയമൊന്നും ഉണ്ടായില്ല. അതിന് ഒരാളെ ഉള്ളൂ. ഇത് സമർപ്പിക്കാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്ന ആള് തൻ്റെ പുത്രനായ ശ്രീശുകനാണ്. ശ്രീശുകനെ വിളിച്ചു. അപ്പൊ സംശയമായി ശൗനകാദി ഋഷീശ്വരന്മാർ. കാരണം നിവൃത്തിനിരതനായിരിക്കാം, ഒന്നിലും ആസക്തിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെയായി കഥകളൊക്കെ നിറഞ്ഞ ശ്രീമദ് ഭാഗവതത്തിൽ താല്പര്യം വരുന്നത്? ഇതൊരു വലിയ അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും ഈ ഭാഗവതത്തിലൂടെ ലഭിക്കുന്ന ആനന്ദം, അദ്ദേഹം അതാണ് ആലോചിച്ചത്. താൻ അനുഭവിക്കുന്ന ആ ബ്രഹ്മാനുഭൂതി, ദിവ്യാനുഭൂതി, ഭാഗവതം ഞാൻ വായിക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാനിത് പറഞ്ഞു കൊടുത്താൽ നിരവധി ആളുകൾക്ക് ഇതേ ദിവ്യാനുഭൂതി
അനുഭവപ്പെടുന്നു. അപ്പൊ പിന്നെ ഞാൻ മാത്രം അനുഭൂതിയിൽ ലയിച്ചിരിക്കുകയല്ല വേണ്ടത്, ലോകത്തിന് മുഴുവൻ ഗുണകരമായിട്ട് തീരണം എന്ന് തീർച്ചപ്പെടുത്തി വിഷ്ണുജനപ്രിയനായിരിക്കുന്ന ആ വ്യാസപുത്രൻ ഭഗവാന്റെ ദിവ്യലീലകളിൽ ആകൃഷ്ടനായി ഈ മഹത്തായ ആഖ്യാനത്തെ അദ്ദേഹം അധ്യയനം ചെയ്തു, പഠിച്ചു. അതുകൊണ്ടെന്തായി, ലോകത്തിന് മുഴുവൻ ഭാഗവതത്തെ ലഭിച്ചു. പരീക്ഷത്തിന്റെ ശാപം ലോകത്തിന് മുഴുവൻ ലോകത്തിന്റെ താപത്തെ ഇല്ലാതെയാക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ഇവിടെ ആ പരീക്ഷത്തിന് ശ്രീ ശിവബ്രഹ്മർഷി തന്നെ ഭാഗവതം പറഞ്ഞു കൊടുത്തു. അപ്പൊ സംശയമായി, ഈ പരീക്ഷത്തിന് മുമ്പ് പാണ്ഡവന്മാരുടെ കഥ, പരീക്ഷത്തിന്റെ ജന്മത്തെ കുറിച്ച് പറയണമെങ്കിൽ പാണ്ഡവന്മാരുടെ കഥ പറയണല്ലോ, അതാണ് പിന്നീട് ചോദിച്ചത്. അപ്പോഴാണ് 7ാമത്തെ അധ്യായത്തിൽ അശ്വത്ഥാമാവ് പാഞ്ചാലിയുടെ മക്കളെ നിഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗത്തിലേക്ക് നമ്മളെത്തും. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ഏകദേശം അവസാനിച്ചു. കാരണം എന്താ, ഭീമസേനന്റെ ഗദാപ്രഹരത്തിൽ ദുര്യോധനൻ വീണു കഴിഞ്ഞു. ദുര്യോധനന്റെ തുടയലിൽ ഭീമസേനന്റെ പ്രഹരം അദ്ദേഹത്തെ മരണാസന്നനാക്കി. അപ്പോൾ ദുര്യോധനനോടുള്ള തൻ്റെ സ്നേഹം, തൻ്റെ കൂറ് കാണിക്കാൻ വേണ്ടി ദ്രോണപുത്രനായിരിക്കുന്ന ദ്രൗണിയായ അശ്വത്ഥാമാവ് പടകുടീരത്തിൽ, പാണ്ഡവന്മാരുടെ പടകുടീരത്തിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന ദ്രൗപദീപുത്രന്മാരെ നിഗ്രഹിച്ച് ആ തലയറുത്തുകൊണ്ട് കൊണ്ടുപോകും. പ്രഭാതത്തിൽ പാഞ്ചാലി കണ്ണു തുറന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന തൻ്റെ മക്കളെയാണ് കാണുന്നത്. ഒരമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും? മാറത്തടിച്ച് കരയുന്ന പാഞ്ചാലി. ആ പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുന്ന പാഞ്ചാലിയുടെ പതിയായ സാക്ഷാൽ പാർത്ഥൻ. പാർത്ഥൻ പറഞ്ഞു, ഇത് ചെയ്തവൻ ആരായാലും അവനെ ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് പാഞ്ചാലി നിന്റെ മുമ്പിൽ അവൻ്റെ തല വന്ന് വീഴും. ആ തലയിൽ ഇരുന്നിട്ട് വേണം നീ ഈ ഉണ്ണികളുടെ ഉദകക്രിയകളൊക്കെ ചെയ്യാനായിട്ട് എന്ന് പറയുന്നു. സാക്ഷാൽ ഭഗവാന്റെ കൂടെ രഥത്തിൽ കയറി അശ്വത്ഥാമാവിനെ തേടിപ്പോകും. അശ്വത്ഥാമാവ് ബ്രാഹ്മണപുത്രനാണ്, അല്ലേ? ദ്രോണാചാര്യയുടെ പുത്രനാണ്. ബ്രാഹ്മണർക്ക് അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പരിഗ്രഹം, ഈ 6 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പഠിക്കുക, പഠിപ്പിക്കുക, ദാനം വാങ്ങുക, ദാനം കൊടുക്കുക, യജ്ഞം ചെയ്യുക, യജ്ഞം ചെയ്യിപ്പിക്കുക. ആയുധമെടുക്കാൻ പാടില്ല, അത് ക്ഷത്രിയരുടെ ധർമ്മമാണ്. എന്നിട്ടും ആ ആയുധമെടുത്ത അശ്വത്ഥാമാവ്, ആ അശ്വത്ഥാമാവിനെ പിടികൂടണം എന്ന് വിചാരിച്ച് അർജുനൻ ഭഗവാൻ പിടിച്ച തേരിൽ യാത്രയാവും. അശ്വത്ഥാമാവിന് മനസ്സിലായി ഒരു നിവൃത്തിയില്ല. എന്താ ചെയ്യേണ്ടത്? അറ്റ കൈക്ക് പ്രയോഗിക്കേണ്ടുന്ന ആയുധം ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രത്തെ അർജുനന് നേരെ പ്രയോഗിച്ചു. അർജുനൻ ഭഗവാനോട് ചോദിച്ചു, എന്താ വേണ്ടത് ഭഗവാനെ? അപ്പൊ പറഞ്ഞു, ഒരു പ്രത്യസ്ത്രം അയച്ച് ആ ബ്രഹ്മാസ്ത്രത്തെ രണ്ടിനെയും ഉപസംഹരിക്കുക. രണ്ടും ഒരുമിച്ച് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും, അത് വരരുത്. അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കാൻ അറിയുള്ളൂ, ഉപസംഹരിക്കാൻ അറിയില്ല. അതുകൊണ്ട് അർജുന നീ വേണമെന്നത്. ഈ ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ആ അർജുനൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ച് ബ്രഹ്മാസ്ത്രത്തെ തിരിച്ച് പ്രയോഗിക്കുകയും ചെയ്തു. എന്നിട്ടോ അതിനുശേഷം ആ അശ്വത്ഥാമാവിനെ പിടികൂടി. അശ്വത്ഥാമാവിനെ പിടികൂടി കയറുകൊണ്ട് കെട്ടി ആ തേരിലെ തൂണില് ബന്ധിച്ചു. തേര് അതിവേഗം ദ്രൗപദിയുടെ അടുത്തേക്ക് വരികയാണ്. ഭഗവാൻ പറഞ്ഞു അത്രേ അർജുനനോട്, അർജുന, ഈ ബ്രാഹ്മണാധമനെ, ഇവനെ ബ്രാഹ്മണൻ എന്ന് പോലും പറയാൻ സാധിക്കില്ല, ഇവനെ രക്ഷിക്കണ്ട, ഇവനെ കൊല്ലൂ. ഇവൻ രാത്രി കിടന്നുറങ്ങുന്ന നിരപരാധികളായ കുട്ടികളെ കൊന്നവനാണ്. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരഥം ഭീതം നരിവും ഹന്തിധർമ്മവില്ല. മദ്യപിച്ച് ലഹരിയിലുള്ള ആളുകൾ, അതേപോലെ ബോധശൂന്യൻ, ഭ്രാന്തൻ, ഉറങ്ങുന്നവൻ, കുട്ടി, സ്ത്രീ, ജഡൻ, ശരണാഗതൻ, തേർ നഷ്ടപ്പെട്ടവൻ, ഭീതൻ, ഇവരൊക്കെ ശത്രുവാണെങ്കിലും അവരെ കൊല്ലാറില്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ ദയയില്ലാതെ ഇവൻ നിഗ്രഹിച്ചു. ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, അവരെയാണ് കൊന്നത്. അപ്പോ നിങ്ങളുടെ വംശത്തെ വേറെറുക്കണമെന്ന് വിചാരിച്ച് ഈ അശ്വത്ഥാമാവ് ചെയ്ത കൊടും ചതി. ദുര്യോധനന്റെ അടുത്ത് ഈ കുട്ടികളുടെ തലയുമായി ചെന്നപ്പോൾ ദുര്യോധനന് പോലും സമ്മതം ഉണ്ടായില്ല എന്നാണ്. അദ്ദേഹം പോലും മുഖം തിരിച്ചു കളഞ്ഞു. അത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി. എന്തിനാ ഭഗവാൻ ഇങ്ങനെ ചെയ്തത്?
ഏവം പരീക്ഷിതാ ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത. പാർത്ഥനിലെ ധർമ്മത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ പുത്രന്മാരെ കൊന്നവനാണെങ്കിലും ഗുരുസുതം ഗുരുപുത്രനെ കൊല്ലാൻ അർജുനൻ തയ്യാറായില്ല. പിടിച്ചുകൊണ്ടുവന്നു ആ ദ്രൗപദിയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ദ്രൗപദി ഒന്നിങ്ങനെ നോക്കി, ഇതാരാണ് വന്നിരിക്കുന്നത്? മനസ്സിലായി, ഗുരുപുത്രനാണ്. ഉച്യതാമേഷാം ബ്രാഹ്മണോ നിതരാം ഗുരു. ബ്രാഹ്മണൻ തന്നെ ഗുരുവാണ്. ഇവിടെ ഗുരുവിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹം നമുക്ക് ഗുരുതുല്യനാണ്, ഗുരു തന്നെയാണ്. ഗുരുപത്നി, ഗുരുപുത്രി, ഗുരുപുത്രൻ ഒക്കെ ഗുരുവിന് സമമാണ്. അതുകൊണ്ട് അങ്ങക്ക് അസ്ത്രശസ്ത്രാദികളിൽ താല്പര്യവും വിവേകവും അതിഗംഭീരമായിട്ടുള്ള വൈശിഷ്ട്യവും പകർന്നു തന്ന ഗുരു, ആ ഗുരു തന്നെയാണ് ഇപ്പൊ പുത്രരൂപത്തിൽ പ്രജാരൂപേണ വർത്തത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല, അദ്ദേഹത്തിനെ അഴിച്ചുവിടൂ. എനിക്ക് ദുഃഖമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ ദുഃഖം മറ്റൊരാളുടെ ദുഃഖത്തിലൂടെ തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗൗതമി സാക്ഷാൽ ആ ദ്രോണാചാര്യരുടെ പത്നി, ആ അമ്മ തൻ്റെ മകൻ്റെ മരണം കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് എന്തൊരു ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് മറ്റൊരാളുടെ ദുഃഖം കണ്ടുകൊണ്ട് എൻ്റെ ദുഃഖം തീർക്കേണ്ടതില്ല. ഉടനെ തന്നെ ഈ അശ്വത്ഥാമാവിനെ തിരിച്ചയച്ചു. ഇപ്പോഴും ദ്രോണാചാര്യന് ഇഹലോകവാസം വെടിഞ്ഞിട്ടും ആ അമ്മ ജീവിക്കുന്നത് മകനെ ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ അഴിച്ചുവിടുകയാണ് വേണ്ടത്. ഈ സമയത്ത് ഭീമസേനൻ പറഞ്ഞു, ഒരിക്കലും പാടില്ല, ഇവനെ കൊല്ലുക തന്നെയാണ് വേണ്ടത്. കാരണം ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയോ കൊല്ലുന്നവൻ, അയാളെ കൊല്ലാൻ, അയാളെ കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോൾ അയാൾക്ക് ശ്രേയസ്. അയാളെ കൊല്ലുകയാണ് ഇപ്പോൾ വേണ്ടത്, അയാളെ ഇനി ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് ഭീമസേനൻ പറയുന്നു. ധർമ്മപുത്രാദികളൊക്കെ പാഞ്ചാലിയുടെ വാക്കിനെ അഭിനന്ദിച്ചപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം ഭഗവാനെ? ഞാൻ എന്താ ചെയ്യേണ്ടത്? പാഞ്ചാലി പറയണത് കേൾക്കണോ, അതോ മറിച്ച് ധർമ്മപുത്രേട്ടൻ പറയണത് കേൾക്കണോ, ഭീമൻ പറയണത് കേൾക്കണോ, ആര് പറയണതാണ് കേൾക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മബന്ധുർന്ന ഹന്തവ്യ. ഭഗവാൻ ആദ്യം പറഞ്ഞതാണ്, ബ്രാഹ്മണൻ കൊല്ലപ്പെടാൻ പാടില്ല, അധമനാണെങ്കിൽ പോലും കൊല്ലാൻ പാടില്ല. അടുത്തത് ഭഗവാൻ എന്ത് പറഞ്ഞു? പക്ഷേ ആതതായി വധാർഹണ, ആയുധമെടുത്ത് വരുന്നവൻ കൊല്ലപ്പെടുക തന്നെ വേണം. നമ്മൾ പറയാറില്ലേ ഗ്രാമ്യ ഭാഷയിൽ, വെട്ടാൻ വരുന്ന പോത്തിൻ്റെ അടുത്ത് വേദം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ, ആയുധമെടുത്ത് വരുന്ന ആളുടെ അടുത്ത് അങ്ങ് ബ്രാഹ്മണനാണ് ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞ് മാറിയിട്ടല്ല വേണ്ടത്, ആയുധമെടുത്ത് വരുന്നവനെ കൊല്ലുക. ഈ രണ്ടും എൻ്റെ അഭിപ്രായങ്ങളാണ്. അതിൽ ഏതാണ് യോഗ്യമായത്? പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യാം മഹ്യമേവച. ഭീമസേനനും പാഞ്ചാലിക്കും എനിക്കും ഒരേപോലെ ആ ശരിയായി വരുന്ന കാര്യം അർജുന അങ്ങ് ചെയ്യുന്നു. ഇത് അർജുനന്റെ വിവേക ബുദ്ധിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. അർജുനന് കാര്യം മനസ്സിലായി, ബ്രാഹ്മണന് വധം എന്നുള്ളത് ശരീരത്തെ ദ്രോഹിക്കുന്നതിലൂടെ അല്ല, അദ്ദേഹത്തെ അപമാനിക്കുക, ശിഖ മുറിക്കുക, ഇങ്ങനെയുള്ള ആ രീതിയിൽ അദ്ദേഹത്തെ അപമാനിച്ച് കൂടാരത്തിൽ നിന്ന് പറഞ്ഞയച്ചു. മൊട്ടയടിക്കുക, സ്വത്ത് പിടിച്ചെടുക്കുക, സ്ഥാനഭ്രഷ്ടനാക്കുക, ഇതൊക്കെയാണ് ബ്രാഹ്മണരിൽ അധമ പ്രവൃത്തി ചെയ്ത ആളുകൾക്കുള്ള ആ ശിക്ഷ. ഏതായാലും അദ്ദേഹത്തെ അത്തരത്തിൽ അങ്ങോട്ട് പറഞ്ഞയച്ചു. മരിച്ചുപോയ കുട്ടികളുടെ മരണാനന്തര ക്രിയകളൊക്കെ വേണ്ട പോലെ നിർവഹിച്ചു. എന്നാൽ ഈ അശ്വത്ഥാമാവ് തനിക്ക് ലഭിച്ച ഈ പുതുജീവിതം അത് പാണ്ഡവരുടെ, പ്രത്യേകിച്ച് പാഞ്ചാലിയുടെ ഔദാര്യമാണ് എന്ന് തിരിച്ചറിയുന്നതിന് പകരം ആ പാണ്ഡവന്മാർക്ക് നേരെ ഒരിക്കലും തീരാത്ത പകയോടുകൂടി, പകയുടെ പ്രതീകമായിട്ടാണ് മഹാഭാരതത്തിൽ അശ്വത്ഥാമാവിനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? പാണ്ഡവ വംശത്തെ മുച്ചൂടും മുടിക്കാനായി ആ അഭിമന്യുവിൻ്റെ വിധവയായ ആ ഉത്തരായി എന്ന ആ പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിനെ പോലും ഇല്ലാതെയാക്കാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കുകയാണ് ചെയ്തത്. ആ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭപാത്രത്തെ ലക്ഷ്യമാക്കി ചൂടും മുടിക്കുന്ന അസ്ത്രം, ബ്രഹ്മാസ്ത്രം പാഞ്ഞു വരുമ്പോൾ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ ബന്ധും കൃതമതിർ ബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേഭേഭിധാവന്തി ഉത്തരാം ഭയവിഹ്വലാം. ആ ഉത്തരാദേവി
ഓടി വന്ന് കാക്കൽ വീണ് നമസ്കരിക്കുന്നു. ഒന്നാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 9, 10 എന്നീ ശ്ലോകങ്ങൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് അവരുടെ ആ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജപിക്കേണ്ടുന്ന മഹാമന്ത്രമായിട്ട് സജ്ജനങ്ങൾ തിരുനാമാചാര്യനെ പോലുള്ളവര് പറഞ്ഞു തരുന്നു. എന്താ അവിടെ ഉത്തര ഭഗവാന്റെ കാക്കൽ വീണ് പ്രാർത്ഥിക്കണു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം തദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഭഗവാനോട് 2 കാര്യങ്ങളാണ് പറയണത്. ഒന്ന്, ഈ ലോകത്തിൽ മരണം അഞ്ഞടിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടത്തേക്ക് മാത്രമേ ആ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അത് ഒരു കാര്യം. അത് ഭക്തിയുടെ തലം. മറ്റൊന്ന് മാതൃഭാവത്തിന്റെ തലമാണ്. അടുത്ത വരിയിൽ എന്താ പറയണത്? ഒരു പക്ഷേ ആ വരുന്ന വലിയൊരു തീക്കട്ട പോലെ എന്നെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ആ അസ്ത്രം എന്നെ വേണമെങ്കിൽ ഇല്ലാതെയാക്കിക്കോട്ടെ, പക്ഷേ കാമം ദഹതു മാം നാഥ, എന്നെ വേണമെങ്കിൽ നശിപ്പിച്ചോട്ടെ, മാമേ ഗർഭോ നിപാത്യതാം, എൻ്റെ ഗർഭത്തെ ഇല്ലാതെയാക്കാൻ പാടില്ല, അതിനെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉത്തരാദേവിയുടെ ഉത്തമമായ പ്രാർത്ഥന ആ ഉത്തമസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ കേട്ടു. ഭഗവാൻ ഉത്തരയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് സുദർശനേന സ്വാസ്ത്രേണ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ ഉണ്ണിയെ രക്ഷിച്ചു, ആ അസ്ത്രത്തെ നിഷ്പ്രഭമാക്കിയെന്ന്. ഈ സമയത്ത് ഭഗവാന്റെ ഈ അനൽപമായ കാരുണ്യാതിരേകം കണ്ട് കുന്തിദേവി ഭഗവാനെ അതിഗംഭീരമായിട്ട് അവിടെ സ്തുതിച്ചു. ആ സ്തുതിയിൽ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കുന്തിദേവി എന്താ പറയുന്നത്? അങ്ങ് ലോകത്തിന്റെ മുഴുവൻ നാഥനാണ്, അങ്ങ് ലോകൈകനാഥനാണ് ഭഗവാനെ, ആദിപുരുഷനാണ്, സർവപ്രാണികളുടെയും അകത്തും പുറത്തും അങ്ങ് സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ആരാലും കാണപ്പെടാത്ത ആ സ്വരൂപം, അതിനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പരമഹംസന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും അങ്ങയെ വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ കേവലം ഒരു മനുഷ്യ സ്ത്രീ എനിക്ക് എങ്ങനെ അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കും? പക്ഷെ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണൻ വസുദേവപുത്രൻ, ദേവകീനന്ദനൻ, യശോദാപുത്രൻ, നന്ദഗോപരുടെ മകൻ ഗോവിന്ദൻ, ഇതൊക്കെയാണ് അവിടുന്ന് എന്നെനിക്കറിയാം. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങളെ പോലുള്ള പാപങ്ങളുടെ ശോകത്തെ നിയന്ത്രിക്കുന്നവനാണ് അവിടുന്ന് എന്ന് അടിയന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അടിയന് എന്താ അങ്ങയോട് പറയാനുള്ളത്? ഓരോ സന്ദർഭത്തിലും എത്ര ദുഃഖങ്ങളാണ് ഞങ്ങൾക്ക് വന്നത്. ആ സമയത്തൊക്കെ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. കംസനാൽ അങ്ങയുടെ അമ്മ അല്ലെങ്കിൽ മാതൃഭാവത്തെ അലങ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ദേവകിയോട് പോലും കാണിക്കാത്ത കാരുണ്യം പാണ്ഡവന്മാരായ ഞങ്ങളോട്, പാണ്ഡുവിൻ്റെ പത്നിയായ എന്നോട് അവിടുന്ന് പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അങ്ങയുടെ അച്ഛൻ്റെ പെങ്ങൾ എന്നുള്ള രീതിയിൽ എത്ര ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. വിഷത്തിൽ നിന്ന്, അരക്കില്ലത്തിൽ നിന്ന്, ആ അരക്കില്ലത്തിൽ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. അവിടുന്ന് ഘോര രാക്ഷസന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. ദുർവാസസിന്റെ ശാപത്തിൽ നിന്ന് ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി വന്ന ഒരു ചീരയില കഴിച്ച് ഞങ്ങളെ രക്ഷിച്ചില്ലേ. ദുശാസനൻ പാഞ്ചാലിയുടെ പൂഞ്ചയിലയിൽ പിടിച്ചു വലിച്ചപ്പോ ആ ദുശാസനന്റെ മുമ്പിൽ പാഞ്ചാലിയുടെ മാനം വേണ്ട പോലെ കാത്താളാണ് അവിടുന്ന്. അങ്ങനെയുള്ള അവിടുന്ന് ഓരോ സന്ദർഭത്തിലും യുദ്ധക്കളത്തിൽ വെച്ച് ഭീഷ്മപിതാമഹന്റെയും ദ്രോണാചാര്യരുടെയും കൃപരുടെയും ശല്യരുടെയും ഒക്കെ ഘോരാസ്ത്രങ്ങളിൽ നിന്ന് പാണ്ഡവ പടയെ, എൻ്റെ പ്രിയപ്പെട്ട 5 ഉണ്ണികളെ അങ്ങ് രക്ഷപ്പെടുത്തിയ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു: ആപത്തുകൾ ഉണ്ടാവുന്നതാണ് നല്ലത്. ബുദ്ധിദേവി മാത്രമേ ഒരുപക്ഷെ ഇത്തരത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വിപദസന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാല പുനർഭവ ദർശനം. അവിടുത്തെ ദർശനത്തിന് കാരണം
ഇപ്പോൾ ആപത്തുകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ബുദ്ധിദേവി പറഞ്ഞത് നമ്മളെ കുറിച്ചും വളരെ കൃത്യമാണ്. ആപത്തുകൾ ഉണ്ടാകുമ്പോഴാണ് ഭഗവാനെ നമ്മൾ സ്മരിക്കുക. സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലിരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കാറുണ്ട് പലപ്പോഴും. എന്നിട്ടോ ആപത്ത് വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലായി അമ്പലത്തിൽ പോകണു, വഴിപാട് കഴിക്കണു. പ്രത്യേകിച്ച് ദുഃഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അമ്പലത്തിൽ വന്ന് വഴിപാട് കഴിക്കാനൊക്കെ ആളുകൾക്ക് മടിയാണ്. പക്ഷെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഓടി വരികയായി, ദൈവവിളക്ക് കത്തിക്കണു, പാൽപ്പായസം കഴിപ്പിക്കണു, അല്ലേ? സ്മരണ ഉണ്ടാക്കുകയാണ് ഭഗവാൻ. എന്നെ മറന്നാലും നിങ്ങളെ മറക്കാൻ എനിക്ക് സാധിക്കില്ല, വരൂ വരൂ. ഭഗവാൻ വിളിക്കണ്ടേ, പക്ഷെ വരുന്നില്ല. അപ്പൊ ഭഗവാൻ പതുക്കെ തലയ്ക്കൊരു അടി തന്നു കഴിഞ്ഞാൽ ഓടി വരും, ഓർമ്മ വരികയായി ഭഗവാൻ. ഒരു കഥ പറയാറുണ്ട്. ജോലിയില്ലാതെ നടന്ന ഒരാള് ജോലി കിട്ടാനായിട്ട് ഭഗവാനോട് ആ കാക്കൽ വീണ പ്രാർത്ഥിച്ചു വളരെ കാലം. ഭഗവാൻ അനുഗ്രഹിച്ചു, ജോലിയൊക്കെ കിട്ടി. അപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ഭഗവാനെ ഞാൻ മറക്കില്ല, എല്ലാ 1-ാം തീയതിയും ഭഗവാനെ വന്ന് തൊഴും, തീർച്ച ഉറപ്പിച്ചിട്ടാണ്. പക്ഷേ 1-ാം തീയതികൾ പലതും മറന്നുപോയി തുടങ്ങി. കാരണം മറ്റു പല തിരക്കുകളായി. ജോലി കിട്ടി, ശമ്പളമായി, വിവാഹം കഴിഞ്ഞു, കുട്ടികളായി. അപ്പൊ എന്തായി, 1-ാം തീയതി പോലും നിർത്തി തുടങ്ങി. എന്നിട്ട് അതിനെന്തെങ്കിലും ഒരു കാരണം, ഈ 1-ാം തീയതി പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു തിരക്കായി, ഇങ്ങനെ ഒരു തിരക്കായി. പിന്നെ വിചാരിച്ചു എന്നാൽ 30 വ്യാഴാഴ്ച പോവാം. ഭഗവാൻ പറഞ്ഞു ശരി, 30 വ്യാഴാഴ്ച വന്നാലും മതി. അങ്ങനെ വ്യാഴാഴ്ച വന്നു തുടങ്ങി. വ്യാഴാഴ്ച വന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, അയ്യോ വ്യാഴാഴ്ച പോകാൻ പറ്റില്ല, വ്യാഴാഴ്ച ഒരു വിനോദയാത്ര ടൂറ് സംഘടിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടി ഓഫീസിൽ നിന്ന്, ഞാൻ മാത്രം മാറി നിന്നാൽ പറ്റില്ല, ഗുരുവായൂർക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ കളിയാക്കും. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു, എന്നാൽ പിന്നെ അത് വേണ്ട, മാസത്തിലൊരിക്കൽ. ഭഗവാൻ പറഞ്ഞു ശരി, എന്ന മാസത്തിലൊരിക്കൽ വന്നാൽ മതി. അങ്ങനെ മാസത്തിലൊരിക്കൽ വന്നുകൊണ്ടിരുന്നു. കുഴപ്പമില്ല, ഒന്ന് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ മാസത്തിലും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. കാരണം പല തിരക്ക്, അവിടെ തിരക്ക്, ഇവിടെ തിരക്ക്, അമ്പലത്തിൽ പോയാൽ തിരക്ക്, പെട്ടെന്ന് കഴിഞ്ഞ് പോരാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, 31-ാം തീയതി പോവുക, 31-ാം തീയതി ആ മാസത്തെ തൊഴിൽ, 1-ാം തീയതി അടുത്ത മാസത്തെ തൊഴിൽ. ഭഗവാൻ സമ്മതിച്ചു, ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, പിന്നെ 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, എന്നാലും സാരമില്ല, എന്തെങ്കിലും ആവട്ടെ, എന്നെ എപ്പോഴെങ്കിലും വിചാരിക്കണ്ടല്ലോ എന്നാണ്. പിന്നെ ഇയാൾ പറയാൻ തുടങ്ങി. കാരണം അമ്പലത്തിലേക്ക് വരാതെ കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി, എന്തു പറ്റി? അയ്യോ എനിക്ക് വരണമെന്ന് നല്ല താല്പര്യമുണ്ട്, ഈ ജോലിയുടെ തിരക്കാണ്, ഒരു നിവൃത്തിയില്ല, എന്ത് ചെയ്യാം, അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും, അവിടെ പോകണം, ഇവിടെ പോകണം. ജോലിക്കാണ് എല്ലാ കുറ്റവും. ആ ജോലി കൊണ്ടാണ് താനിപ്പോൾ ജീവിക്കുന്നത്. ആ ജോലി തയ്യാറാക്കി തന്നത് ഭഗവാനാണെന്നുള്ളതൊക്കെ മറന്നു തുടങ്ങി. അവനവൻ ഭക്തനാണെന്ന് ഇപ്പോഴും ഉള്ളിൽ നടിച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്ക് തൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയാൻ താല്പര്യമില്ല. ഭഗവാൻ കുറ്റപ്പെടുത്തിയെങ്കിൽ എല്ലാ കളിയും അറിയുന്ന ആളാണ് ഭഗവാൻ, ലീലാവിശാരദനാണ് ഭഗവാൻ. ഒരു ദിവസം കാലത്ത് ആഫീസിലെത്തി, അവിടെ നോക്കുമ്പോഴാണ് മേശപ്പുറത്ത് വാറോല വന്നിട്ടുണ്ട്, ഇന്ന കാരണങ്ങളെ കൊണ്ട് താങ്കളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, വീട്ടിൽ പോയിരിക്കാം. ജോലി പോയി കിട്ടി, ജോലി പോയി. ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു, ഭഗവാനെ ജോലി പോയി, എന്തൊരു കഷ്ടമാണ്. പിന്നെ വീണ്ടും പഴയ പോലെ തൊഴിലായി, ജപായി, വഴിപാടുകളായി, അങ്ങനെയായി ഇങ്ങനെയായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജോലി, പഴയ കാര്യം, പഴയതൊക്കെ തിരിച്ചു നൽകിക്കൊണ്ട് ഭഗവാനെ ഭജിക്കാൻ പോയ സമയത്ത് ശമ്പളം കൂടി അനുവദിച്ചും കൊണ്ട് ഓർഡർ വരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലിരിക്കുമ്പോൾ ഭഗവാനെ ഓർക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കാറില്ല. ദാരിദ്ര്യാഘാതമേറ്റിട്ട ഭഗതപ്രതിയായി ആവധിക്കുമ്പോഴും സാരൈശ്വര്യ പ്രതാപ കൊടുമുടിയിലിരിക്കുമ്പോഴും തുല്യമായി അങ്ങനെ വിചാരിക്കാറാവണം ഭഗവാനെ. അത് ആർക്കേ സാധിച്ചിട്ടുള്ളൂ? പ്രഹ്ലാദനെ പോലുള്ള ആളുകൾക്കോ, അല്ലെങ്കിൽ ധ്രുവനെ പോലെയുള്ളവർക്കോ, അതുമല്ലെങ്കിൽ ഗോപികമാർക്കോ, സുധാമാവനൊക്കെ സാധിച്ചിട്ടുണ്ടാവും. സാധാരണ ആളുകൾക്ക് നമുക്ക് ദുഃഖം വന്നാലേ പലപ്പോഴും ഭഗവാനെ ഓർക്കാറുള്ളൂ. ഓരോ പടിയും കയറുന്ന നേരത്ത് താഴ്ചയേറുന്നതും ഓർമ്മ വേണം. ആ ഓർമ്മ ഉണ്ടായാൽ മതി. ഈ ഉയരമൊക്കെ അതിന് കീഴേ ഒന്ന് നോക്കാറാവുക. ഈ ഉയരം മുഴുവൻ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് തോന്നലുണ്ടാവുക. കുട്ടികളൊക്കെ അച്ഛനും അമ്മയും ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഭഗവാനെ കാണിച്ചു കൊടുക്കും. കുട്ടിക്കാലത്തൊക്കെ ഗുരുവായൂർ പോകുമ്പോൾ കാണാറുണ്ട്, നമ്മളെയും ഒക്കെ ഉയർത്തി കാണിച്ചു തരും. അപ്പൊ നമുക്ക് അപ്പം അറിയില്ല, എങ്കിലും ഇപ്പൊ നമ്മൾ കുറേശ്ശെ മനസ്സിലാക്കുന്നു, അന്ന് ഉയർത്തി കാണിച്ചത് കൊണ്ടാണ്, അവരുടെ ഉയരമാണ് നമ്മളെ ഈ ഉയരത്തിലേക്ക് എത്തിച്ചത് എന്ന് തോന്നൽ. ഇവിടെ ബുദ്ധിദേവി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. വിപദസന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആപത്തുകൾ ഉണ്ടാക്കി തരണം,
ആപത്തുകളാണ് ഭഗവാൻ എന്ന വലിയ സമ്പത്തിന് കാരണമെങ്കിൽ എനിക്ക് ആപത്തുകൾ മതി എന്നാണ്. മറിച്ച് സമ്പത്തുകൾ അങ്ങേ മറക്കുന്ന ആപത്തുകളായിട്ട് തീരും എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമ്പത്തൊന്നും വേണ്ട, എനിക്ക് അവിടുന്ന് മാത്രം മതി. അങ്ങേ ഞാനിതാ കാലപുരുഷനായിട്ട് കണക്കാക്കുന്നു. പ്രാണികളുടെ തമ്മിൽ കലഹം ഉണ്ടാക്കുന്നതാണ് സത്യത്തിൽ അങ്ങയെ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ കൊണ്ടുണ്ടാവുക. അങ്ങയെ മനസ്സിലായി കഴിഞ്ഞാൽ ലോകം മുഴുവൻ അങ്ങാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങ് ജന്മരഹിതനാണ്, അകർത്താവാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ലോകത്തെ മുഴുവൻ തൻ്റെ പുരികക്കൊടിയുടെ ഒരു ചെറുചലനം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിവുള്ള അവിടുന്ന് യശോദാമ്മയുടെ മുമ്പിൽ ആ തൈർക്കല മുടച്ചപ്പോൾ പിടിച്ചു കെട്ടാൻ യശോദാമ്മ കയ്യിൽ കയറും, അതേപോലെ തന്നെ ആ ചെറുവടിയുമായി വന്നു നിന്നപ്പോൾ പരിഭ്രമിച്ച് ചലിക്കുന്ന കണ്ണുകളോടുകൂടി അങ്ങ് മുഖം താഴ്ത്തി നിൽക്കുന്ന ആ നിൽപ്പുണ്ടല്ലോ ഭഗവാനെ, അത് അത്ഭുതം, എന്നെ മോഹിപ്പിക്കുകയാണ്. ജന്മരഹിതനാണ് അവിടുന്ന്. അങ്ങ് ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മപുത്രരുടെ കീർത്തി പരത്താൻ മലയപർവ്വതത്തിൽ കീർത്തിക്ക് ചന്ദനമരം എന്നതുപോലെ അങ്ങ് ജന്മമെടുത്തു എന്നാണ് ചിലർ പറയുന്നത്. എൻ്റെ പുത്രൻ്റെ കീർത്തി അതിന് കാരണം ആരാ? അവിടുന്നാണ്. ജന്മമില്ലാത്ത അവിടുന്ന് ലോകത്തിൻ്റെ ക്ഷേമത്തിനും ദേവദ്വേഷികളുടെ വധത്തിനുമായിട്ട് അവതരിച്ചു എന്ന് മറ്റു ചിലർ. വസുദേവർക്ക് ദേവകിയിലുണ്ടായി എന്ന് മറ്റു ചിലർ. ഇങ്ങനെ അസുരന്മാരുടെ ഭാരത്തെ നശിപ്പിക്കാൻ വേണ്ടി സമുദ്രത്തിൽ തോണി എന്നതുപോലെ ബ്രഹ്മാവിൻ്റെ വിധിയുടെ ആ ആഗ്രഹപ്രകാരം, അപേക്ഷപ്രകാരം, പ്രാർത്ഥന പ്രകാരം അവിടുന്ന് ഉണ്ടായി എന്ന് പറയുന്നു. മറ്റു ചിലരെന്താ പറയണത്? അവിടുത്തെ ദിവ്യമായ ലീലകൾ ഭവേസ്മിൻ കൃഷ്യമാനാനാം അവിദ്യാ കാമകർമ്മഭി ശ്രവണ സ്മരണാർഹാണി കരുഷ്യൻ നിധി കേട്ടത്. ലോകത്തിന് പാടി നടക്കാൻ വേണ്ടി അവിടുന്ന് ഇത്തരത്തിൽ ലീലകളാണ്. അവിടുത്തെ ലീലകൾ ആരാണോ പാടിക്കൊണ്ടിരിക്കുന്നത്, ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീക്ഷ്ണശ സ്മരന്തി നന്ദന്തി തവേഹിതം ജന, അവർക്ക് ആ സംസാര പരമ്പരയെ നശിപ്പിച്ച് അവർക്ക് ആനന്ദത്തെ നൽകുന്നവനാണ് അവിടുന്ന്. അവിടുത്തെ പാദങ്ങളിൽ അടിയനിത വീണ്ടും 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 നമസ്കരിക്കുന്നു. അവിടുത്തെ ദർശനമില്ലാതെയായാൽ വലിയ ആപത്ത്, അവിടുത്തെ ദർശനം കിട്ടുന്നത് വലിയ സമ്പത്ത്. ആപത്തിലാണ് അവിടുത്തെ ദർശനം എന്നുള്ളത് കൊണ്ട് ആപത്താണ് എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത്, അങ്ങയുടെ ദർശനമില്ലാത്ത സമ്പത്ത് എനിക്ക് ആപത്തുമാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ അടിയന്റെ ഈ പാണ്ഡവന്മാരിലും കൃഷ്ണികളിലുമുള്ള സ്നേഹബന്ധത്തെ അങ്ങ് മുറിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപാശമിമം ഛിത്തി ദൃഢം പാണ്ഡുഷു കൃഷ്ണിഷു. എന്നിട്ട് എന്ത് വേണം? അടിയനാകുന്ന ഈ ഭക്തിഗംഗ അവിടുന്നാകുന്ന കരുണാസമുദ്രത്തിലേക്ക് അനസ്യൂതം അനവരതം ഒഴുകിക്കൊണ്ടിരിക്കാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ ശ്രീകൃഷ്ണ കൃഷ്ണസഖ വിഷ്ണുഷഭാവനിർരാജന്യവംശദഹനാൻ അനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാതിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ പ്രാർത്ഥിക്കുന്നു കുന്തിദേവി. ഇവിടെ പ്രഥമസ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ കുന്തിദേവി പ്രാർത്ഥിക്കുന്നു. ഇതേപോലൊരു പ്രാർത്ഥന നമുക്ക് 8ാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. അത് ഒരു ദന്തിയുടെ പ്രാർത്ഥനയാണ്, ഒരു ആനയുടെ പ്രാർത്ഥനയാണ്. ഇവിടെ അക്ഷംഭങ്ങളാണ് ഭഗവാനെ വിളിക്കുന്നത്. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. അവിടെ ആനന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ആ കുന്തിസ്തുതി കേട്ടിട്ട് ഭഗവാന് മനസ്സിലായി, അക്ഷംഭങ്ങളിപ്പോ എന്നെ ഈശ്വരനായിട്ട് കണ്ടേക്കാണ്. ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ എൻ്റെ ലീലകൾക്കൊരു മാധുര്യം ഉണ്ടാവില്ല. ഈശ്വരനായി കണ്ടു കഴിഞ്ഞാൽ ആ സഹോദരപുത്രനാണ് എന്നുള്ള ഭാവം വിട്ടിട്ട് ലോകത്തിന്റെ മുഴുവൻ നാഥനാണെന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു രസം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. മന്ദം ജഹാസ, ഭഗവാന്റെ പുഞ്ചിരി മായയാണ്. അതങ്ങോട്ട് വന്നതോടുകൂടി കുന്തിദേവി ബാക്കിയെല്ലാം മറന്നു. ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ തന്നെ എന്ന ഭാവത്തിലേക്ക് മാറി എന്നും അവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ ധർമ്മപുത്രരെ ഭഗവാൻ അനുഗ്രഹിച്ചു. ധർമ്മപുത്രർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന. കാരണം എന്താ? ഞാൻ എന്തിനാണ് ഈ രാജ്യം ഇങ്ങനെ സ്വീകരിച്ചത്? എത്ര ആളുകളെയാണ് ഞാൻ കൊന്നു തള്ളിയത്? ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകള്, മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാര്, സഹോദരന്മാരെ നഷ്ടപ്പെട്ട സഹോദരിമാര്, അവരുടെയൊക്കെ രക്തക്കറ പുരണ്ട ആ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുകയാണ്. എന്ത് നേടി ഞാൻ?
എൻ്റെ ഗുരുനാഥന്മാരെ, എൻ്റെ പിതാമഹനെ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ ഒക്കെ ഞാൻ നിഗ്രഹിച്ചിട്ട് കുട്ടികൾ, ബ്രാഹ്മണർ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, പിതൃതുല്യരായിട്ടുള്ളവരെ, സഹോദരന്മാര്, ഗുരുക്കന്മാര് എന്നിങ്ങനെ നിരവധി ആളുകളെ ദ്രോഹിച്ച് ഞാൻ നേടിയ ഈ രാജ്യ സിംഹാസനം അതെനിക്ക് ഒരിക്കലും സുഖം തരില്ല. ഈ ദോഷത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. രാജാവിന് ധർമ്മയുദ്ധം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും അതും എനിക്ക് സമാധാനത്തെ തരുന്നില്ല. ഇതൊക്കെ അങ്ങനെയുള്ളൊരു ശാസനയുണ്ട്, ശരിയാണ്. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? എന്നാൽ കൊല്ലപ്പെട്ട ബന്ധുക്കൾ, കഷ്ടം 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 എന്ന് പറയുകയാണ് അദ്ദേഹം. വ്യാസൻ തുടങ്ങിയവരൊക്കെ വന്ന് അദ്ദേഹത്തെ ധർമ്മപുത്രരെ ഉപദേശിച്ചു, ഫലമുണ്ടായില്ല. പിന്നീട് ഭഗവാൻ ആ ധർമ്മപുത്ര മഹാരാജാവിനെ മറ്റ് പാണ്ഡവന്മാരോടുകൂടി ഭീഷ്മാചാര്യരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് ഭീഷ്മർ നൽകിയ ഉപദേശം, ഭീഷ്മരുടെ സ്തുതി ഒക്കെ നമുക്ക് ഒരു 10 മിനിറ്റ് വിശ്രമം, അത് കഴിഞ്ഞ് ഉടനെ തന്നെ തുടങ്ങാം. ഇതുകൂടി എല്ലാവരെയും അറിയിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.